إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 231 അല്ലാഹു സുബ്ഹാനഹു വ തആല തലാഖുമായി ബന്ധപ്പെട്ട് തന്നെ അവതരിച്ച ആയത്താണിതും. ഫൈദാ തല്ലഖ്തുമു നിസാ, നിങ്ങൾ ആ സ്ത്രീകളെ നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ ഫബലഗ്നാ ജലഹുന്ന, അങ്ങനെ ആ ഇദ്ദയുടെ കാലാവധി എത്തിക്കഴിഞ്ഞാൽ ഫംസികൂഹുന്ന ബിമാറൂഫിൻ, സദാചാര മര്യാദ പ്രകാരം നിങ്ങൾ അവരെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചൊടുക്കണം. ഔ സജിഹൂഹുന്ന, അല്ലെങ്കിൽ പിരിച്ചയക്കണം ബിമാറൂഫിൻ, സദാചാര മര്യാദ പ്രകാരം എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ പിരിച്ചേക്കണം. വലാ തുംസികൂഹുന്ന, നിങ്ങൾ പിടിച്ചു വെക്കരുത് ളിറാറൻ, ഉപദ്രവിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ അതിക്രമികളായിക്കൊണ്ട് അതിക്രമം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ പിടിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാര വഞ്ചനയോടുകൂടി ആ സ്ത്രീകളെ നിങ്ങൾ തിരിച്ചെടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവന്റെ സ്വന്തം ദേഹത്തോട് തന്നെ അവൻ അക്രമം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ കണക്കാക്കരുത് ഹുസുവൻ, ഒരു പരിഹാസമായി എടുക്കരുത് എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. അലൈക്കും, ആ നിങ്ങളുടെ മേൽ അല്ലാഹു ആ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. വമാ അൻസല അലൈക്കും, നിങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടതിനെ പറ്റിയും, മിനൽ കിതാബി, ഗ്രന്ഥത്തിൽ നിന്നും ഖുർആനിൽ കൂടി നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെയും നിങ്ങൾ ഓർക്കണം. വൽ ഹിക്മത, ആ വേദവിജ്ഞാനങ്ങളെ കുറിച്ചും നിങ്ങൾ ഓർക്കണം. യഅ്ലുക്കും ബിഹി, അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സദുപദേശം നൽകുകയാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. മൊത്തത്തിൽ ഇതിന്റെ ഒരു തരത്തിലുള്ള പൊരുൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ 2 തലാഖ് തിരിച്ചെടുക്കാൻ പറ്റുന്ന 2 തലാഖിന്റെ സന്ദർഭങ്ങളിൽ ഇദ്ദാ കാലാവധി കഴിയുന്നതിന് മുമ്പ് അതിന്റെ നല്ല നിലയിൽ അവരെ തിരിച്ചെടുക്കണം. ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി അവരെ പിടിച്ചു വെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇദ്ദാ കാലാവധി കഴിയുകയാണെങ്കിൽ വീണ്ടും ഒരു പുനർവിവാഹം നടത്തുകയാണ് അതിന്റെ നിയമവശം. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കാൻ സജ്ജൻ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.